ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിജീവിതം 10ാം ദിനത്തിലേക്ക്. 2 കേസുകളിൽ SIT അന്വേഷണം തുടരുമ്പോഴും രാഹുലിനെ കണ്ടെത്താനാകുന്നില്ല. രാഷ്ട്രീയ സ്വാധീനം മുതലെടുക്കുന്ന രാഹുലിനെ പിടികൂടാത്ത പോലീസിനെതിരെയും വിമർശനം ശക്തമാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ച് 32ാമത്തെ ഐറ്റമായിട്ടാണ് കേസ് പരിഗണിക്കുക. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ രാഹുൽ സമീപിച്ചത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാതെ നിയമപോരാട്ടം നടത്തുകയാണ് രാഹുലിന്റെ നീക്കം. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കും. തനിക്കെതിരെ ഉയർന്ന ആരോപണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്നും പരാതി നൽകിയത് യഥാർത്ഥ രീതിയിലൂടെ അല്ലെന്നുമാണ് രാഹുലിന്റെ ഹർജിയിലെ വാദങ്ങൾ. യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഹർജിയിൽ പറയുന്നു. പരാതിക്കാരിയുമായുള്ള ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതാണെന്നും വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധം തകർന്നപ്പോൾ ബലാത്സംഗ കേസായി മാറ്റിയതാണെന്നും ഹർജിയിൽ രാഹുൽ പറയുന്നുണ്ട്. അതേസമയം 10ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുകയാണ്. പാലക്കാടും തമിഴ്നാട്ടിലും കർണാടകയിലും രാഹുലിനായി ഊർജിത അന്വേഷണം നടത്തുകയാണ് പോലീസെന്ന് പറയുമ്പോഴും രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം രാഷ്ട്രീയ സ്വാധീനം മുതലെടുക്കുന്ന രാഹുലിനെ പിടികൂടാത്ത പോലീസിനെതിരെ വിമർശനം ശക്തമാണ്. രാഹുലിനെതിരെയുള്ള 2ാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി നൽകാമെന്ന് കഴിഞ്ഞ ദിവസം പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് അയച്ച ഇമെയിലാണ് മറുപടി നൽകിയത്. 2ാമത്തെ ബലാത്സംഗ കേസ് അന്വേഷിക്കാൻ SP G. പൂങ്കൊഴിലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഉടൻ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. ജനം, തിരുവനന്തപുരം.